കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന രേവതി സച്ചിയും ഒന്നാകുന്നു. അതോടൊപ്പം തന്നെ രേവതിയുടെ സച്ചിയുടെയും താലികോർക്കൽ ചടങ്ങും ശാന്തി മുഹൂർത്തം ഒക്കെ നടക്കുവാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായിട്ട് സുധിയുടെ അമ്മ രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്താണ് താലികോർക്കൽ ചടങ്ങൊക്കെ നടക്കുന്നത്. പിന്നീട് അവിടെ നടക്കുന്ന കുറച്ച് സംഭവവാസങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു കലാവതി മുത്തശ്ശി അങ്ങനെ രേവതിനെ കാണാനായിട്ട് വരുവാണ്. രേവതിയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പം കലാവതി മുത്തശ്ശി രവീന്ദ്രനെയും ചന്ദ്രമതിനെയും ഒക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, എന്റെ വരവ് വെറുതെ അല്ല, അവരുടെ ശാന്തി മുഹൂർത്തം എത്രയും പെട്ടെന്ന് നടത്തണം. അതോടൊപ്പം തന്നെ താലികോർക്കൽ ചടങ്ങും. പക്ഷെ ചന്ദ്രമതിക്ക് അത്രങ്ങൾ പിടിക്കുന്നുണ്ടായിരുന്നില്ല. കല്യാണം അടുത്ത് വരുക, ഈ സമയത്ത് ഒരു ഫംഗ്ഷനും കൂടെ ഇവിടെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ മുത്തശ്ശി അടങ്ങില്ല. മുത്തശ്ശി പറഞ്ഞു, ഇനി അതും വെച്ച് താമസിക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറയാം. അതിന് കുറച്ച് പൈസ ചെലവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതോർത്ത് ആരും പേടിക്കണ്ട, അതിനുള്ള പൈസയൊക്കെ ഞാൻ മുടക്കിക്കോളാം, അതിനുള്ള പൈസയൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറയാണ്. അവസാനം ചന്ദ്രമതിക്ക് സമ്മതിക്കേണ്ടി വന്നു. ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പിന്നീട് ബാമയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബാമ പറഞ്ഞു, അതിനിപ്പോ എന്താ, നിന്റെ അമ്മ പണം മുടക്കുമെങ്കിൽ നിനക്ക് പിന്നെ എന്താ കുഴപ്പമിരിക്കണേ, നിനക്ക് അവിടെ വരുന്ന ആളായിട്ട് നിന്നാ പോരെ നിൽക്കണം. എന്നാലും എല്ലാം സച്ചിക്ക് തന്നെ കൊടുക്കുന്നേ. എന്റെ സുധിക്ക് പാവം ഒന്നുമില്ല, ആകെപ്പാടെ 2 ലക്ഷം രൂപ കൊടുത്തായിരുന്നു. അതാണെങ്കിലോ ആ സച്ചി വാങ്ങിച്ചു പോവുകയും ചെയ്തു. അതൊന്നും കുഴപ്പമില്ലടി, നിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഭംഗിയായിട്ട് നടക്കുന്നില്ലേ, അത് പോരേന്ന് ചോദിക്കണം. അങ്ങനെ ചന്ദ്രമതി ഒന്ന് അടങ്ങുവാണ്. പിന്നീട് മുത്തശ്ശി എന്ത് ചെയ്യുക, താലികോർക്കൽ ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ നടത്തുക. രവീന്ദ്രന്റെ പണം കൊടുത്തു വിടുവാണ്. പിന്നീട് രേവതിക്ക് മാലയും വളയും കമ്മലും ഒക്കെ പോയി രവീന്ദ്രൻ വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. ഇത് ചന്ദ്രമതിയെ സംബന്ധിച്ചാൽ ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നില്ല. അങ്ങനെ രവീന്ദ്രൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് കലാവതി മുത്തശ്ശിനെ കാണിക്കുകയാണ്. മുത്തശ്ശി അതെല്ലാം എടുത്ത് നോക്കി, മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടു അതൊക്കെ. പെട്ടെന്ന് തന്നെ ചന്ദ്രമതി, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു, ഈ സമയത്ത് ഒരു കല്യാണം നടക്കാൻ പോവല്ലേ, ഇത്രയും പണം ചെലവാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിനിപ്പോ എന്താ, ഞാൻ രേവതിക്കല്ലേ കൊടുക്കുന്നത്, നിനക്ക് എന്താ കുഴപ്പം ചന്ദ്രേ, ഇത് എന്റെ പണമല്ലേ എന്നൊക്കെ കലാവതി മുത്തശ്ശി ചന്ദ്രമതിയോട് പറയുന്നുണ്ട്. ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. സുധി പറഞ്ഞു, പോട്ടെ അമ്മേ, എന്തേലും ചെയ്യട്ടെ, അമ്മ എന്തിനാ ഇത് ഈ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണേന്ന് പറയാണ്. ഈ സമയത്ത് രേവതി പോയി സച്ചിയോട് ചോദിച്ചു, അല്ല എല്ലാരെയും വിളിക്കണ്ടേ, അതിന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട, ഞാൻ എല്ലാരെയും വിളിച്ചോളാം, നിന്റെ വീട്ടുകാരെല്ലാരും വിളിച്ചോളാം. ഇനിയിപ്പം നിനക്ക് പൂ കൊണ്ടെത്തരുന്ന ചേച്ചിമാരെയൊക്കെ വിളിക്കണം, അവരെ വേണമെങ്കിൽ അവരെ ഞാൻ വിളിച്ചോളാം, കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് നടക്കും, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയണം. രേവതിക്ക് സന്തോഷമായി. രേവതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല സച്ചി ഇത്രമാത്രം മാറും എന്നുള്ളത്. തന്റെ വീട്ടിൽ നിന്നൊക്കെ വരൂല്ലോ എന്ന് ഓർക്കുമ്പോ രേവതിക്ക് സന്തോഷമാ. പിന്നീട് സച്ചി അന്ന് രാവിലെ തന്നെ അങ്ങനെ ആ ദിവസം എത്തി. കാത്തിരുന്ന ആ ദിവസം എത്തി. സച്ചി രാവിലെ തന്നെ ഓട്ടം പോകാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രീകാന്ത് ഒന്ന് ചോദിച്ചു, അല്ല ഏട്ടനെ ഇവിടെ പോവാ? എടാ എനിക്ക് അത്യാവശ്യമായിട്ട് ഓട്ടം ഉണ്ടേ. അതെ 10 മണിക്കാ ചടങ്ങ് നടത്തുന്നത്, അതിനു മുമ്പെങ്കിലും ഇങ്ങോട്ട് എത്തുമെന്ന് ചോദിക്കണം. ഞാൻ അതിനു മുമ്പ് വന്നോളാന്നേ, നീ ധൈര്യമായിട്ടിരിക്കുക, എത്തൂന്ന് പറയണം. പക്ഷെ മുത്തശ്ശി ഒന്നും സമ്മതിച്ചില്ല. അവസാനം കാറിന്റെ CC അടയ്ക്കണം, ഓട്ടമില്ലാതായി എന്ത് ചെയ്യുന്നൊക്കെ സച്ചിയുടെ ആവലാതികളൊക്കെ സച്ചി പറയണേ. രേവതി സച്ചിയുടെ തുണയ്ക്കെത്തി. പോട്ടെ അച്ഛമ്മേ, കുഴപ്പമൊന്നുമില്ല, പോയിട്ട് വരുമല്ലോ, കൃത്യസമയത്ത് തന്നെ വരുമല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഇല്ലേ, പിന്നെന്താ കുഴപ്പം, പോയിട്ട് വരാൻ പറയണം. സച്ചിക്ക് സന്തോഷമായി. തന്റെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഈ വീട്ടിലെ കാര്യങ്ങളും അല്ല തന്റെ വേദനകളും എല്ലാം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പൊ തനിക്ക് ചേരുന്ന ഭാര്യ തന്നെയാണ് രേവതി എന്ന് സച്ചി മനസ്സിൽ ഉറപ്പിച്ചു. പിന്നീട് സച്ചി പോവുകയാണ്. ഈ സമയത്ത് രേവതി എന്ത് ചെയ്യുക, രേവതി നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇന്നാണ് ആ ചടങ്ങ്. അപ്പൊ രേവതി ക്ഷേത്രത്തിൽ പോയി മനോഹരി പ്രാർത്ഥിക്കുക, എന്റെ ദേവി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം സംഭവിക്കും, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ സ്വീകരിക്കും, അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടാവുന്നൊക്കെ ഞാൻ ഒത്തിരി കരഞ്ഞു വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സത്യമാകാൻ പോവാ, ഞങ്ങൾ രണ്ടുപേരും ഒന്നാകാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് രേവതി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സമയത്ത് ശ്രുതിയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു, ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടെ. അങ്ങനെ ശ്രുതി അവരെ പറഞ്ഞു വിടുവാണ് അവിടുന്ന് വീട്ടിൽ നിന്ന്. അതെ, ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊക്കെ ഓരോ ഓട്ടോ വിളിച്ചു വിടാന്ന് പറഞ്ഞ് ഓരോ ഓട്ടോയ്ക്ക് കയറ്റി വിടുന്നുണ്ട്. ആദ്യക്കാണെങ്കിൽ പോരാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്നിട്ട് ആദ്യം ശ്രുതിയുടെ അമ്മയും കൂടെ നേരെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് ശ്രുതിനെ വിളിച്ച് ചന്ദ്രമതി വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ താലികോർക്കൽ ചടങ്ങ് ശാന്തി മുഹൂർത്തം ഒക്കെയാണ്, മോള് വരണം എന്നൊക്കെ പറഞ്ഞ്. അതെന്താ അമ്മ, ഞാൻ ഉറപ്പായിട്ട് വന്നേക്കാന്ന് പറയാണ്. അങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് ശ്രുതി റെഡിയാവുകയാണ്. ഈ സമയത്ത് ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടോയിൽ ഒരു മിസ്സിങ് കാണിച്ചു. അപ്പൊ ഓട്ടോക്കാരൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, അതെ ഇവിടുന്ന് കുറച്ചുള്ള സ്റ്റാൻഡിലേക്ക്, നിങ്ങളൊന്ന് നടന്നു പൊക്കോളാവോ,
ഓട്ടോയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, കംപ്ലൈന്റ് ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടോ നന്നാക്കി വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ബസ് കിട്ടത്തില്ലെന്ന് പറയണം. അതിനെന്താ, ഞങ്ങൾ പൊക്കോളാന്ന് പറഞ്ഞ് ആദ്യയുടെ കൈയും പിടിച്ച് ശ്രുതിയുടെ അമ്മ നടക്കുക. ഈ സമയത്ത് ക്ഷേത്രത്തിൽ പോയിട്ട് രേവതി വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്താണ് ശ്രുതിയുടെ അമ്മേനെ ആദ്യനെ വഴിക്ക് വെച്ച് കാണുന്നേ. പെട്ടെന്ന് രേവതിനെ കണ്ടപ്പത്തിനും ആദ്യം ഓടി വന്ന് കെട്ടിപ്പിടിക്കോ ആന്റീന്നും പറഞ്ഞുകൊണ്ട്. രേവതി അതിനെ കോരിയെടുത്ത് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. അല്ല നിങ്ങൾ എന്താ ഇവിടെ നിൽക്കും? ഞാൻ പറഞ്ഞില്ല എന്റെ മോളെ കാണാൻ വന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. അല്ല ഇവിടെ അടുത്താണ് മോളുടെ വീടാ, കുറച്ചടുത്താ. അവളൊരു ഓട്ടോയെ കയറ്റി വിട്ടു. വഴിക്ക് വെച്ച് ഓട്ടോ കേടായി കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് കയറിയതാന്ന്, ഇങ്ങോട്ട് നടന്നു പോകുന്ന വഴിയാന്ന് പറഞ്ഞു സ്റ്റാൻഡിലേക്ക്. അപ്പൊ അതാണോ? അത് മോളെന്താ, ഞാൻ ക്ഷേത്രത്തിൽ വരെ പോയതാ, ഇന്നെന്താ വിശേഷം എന്തെങ്കിലും ഉണ്ട്? ആ ഒരു വിശേഷം ഉണ്ടെന്ന് പറയണ. പിന്നീട് ശാന്തി മുഹൂർത്തെ കുറിച്ചും താലി ഉറക്കൽ ചടങ്ങിനെ കുറിച്ച് എല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് സന്തോഷമായി. നന്നായിട്ടിരിക്കും മോളെ, അന്ന് ഞങ്ങളും കൂടെ പോട്ടേന്ന് പറയണം. അല്ലമ്മേ ഇപ്പൊ പോണോ? ഒരു വിശേഷം നടക്കല്ലേ വീട്ടില്, അവിടെ വരെ ഒന്ന് വന്നിട്ട് പോ. ഇവിടെ വരെ വന്നിട്ട് എന്റെ വീട്ടിൽ കയറാതെ എങ്ങനെയാ പോണേ? ഉള്ള ചായ കുടിക്കാതെ എങ്ങനെയാ പോണേ? വാന്ന് പറയണം. ഏയ് വേണ്ട, അതൊക്കെ പിന്നീട് ഒരിക്കലാകാം, ഞങ്ങളിപ്പോ പോവാം, അല്ലെങ്കിൽ ബസ് പോകുന്നതാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ബാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാമയോട് കത്തി വെച്ചോണ്ടിരിക്കുവായിരുന്നു ചന്ദ്രമതി. ഇപ്പൊ മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്തിരിപ്പ ചന്ദ്ര ഇരിക്കണേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? നീ അല്ലാതെ പിന്നെ ആരാ നോക്കണം? ഓ ഞാനിപ്പോ എന്ത് നോക്കാനാ? ഇതേ മര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങളും നടത്ത്. ആൾക്കാരൊക്കെ വരുന്നാലേ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ നീറ്റാക്കി താലി ഓർക്കൽ ചടങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ പറയാണ്. ഈ സമയം രവീന്ദ്രൻ വന്നു. രവീന്ദ്രന് മുത്തശ്ശി ദേഷ്യപ്പെടുവാണ്. എടാ എന്താ ഇതുമായിട്ട് ഇവിടെ കാര്യങ്ങൾ നടത്താത്തെ? ഇവിടെ എന്താ അലങ്കരിക്കാത്ത എന്താന്ന് ചോദിക്കുക. അമ്മേ അതെ ശ്രീകാന്താണ് പൂവൊക്കെ വാങ്ങിക്കാൻ പോയിക്കുക, അവൻ ഇപ്പൊ തന്നെ വരും, പൂമാലയും ഒക്കെ വാങ്ങിക്കണ്ടെന്ന് ചോദിക്കും. ശരി ശരി എന്ന് പറയാണ്. അപ്പോഴാണ് രേവതി അങ്ങോട്ട് വരുന്നത്. രേവതിയുടെ കൂടെ ആദ്യനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ചന്ദ്രമതി ഇത് ആരെയാ, ഇവിടെ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ സുധിയുടെ അമ്മയും കൂടെ അങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവരെ കണ്ടതും ഭാമയോട് കണ്ടില്ല, അവള് നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ടുണ്ട്, ഇതൊക്കെ ആരാവോ എന്താന്ന് ആർക്കറിയാന്ന് പറയാണ്. അപ്പൊ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കലാവതി മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, ഇത് ആരൊക്കെ വന്നിരിക്കുന്നത്, കയറി വരാനും പറഞ്ഞോണ്ട് പിടിച്ചിരുത്തുവാണ്. അപ്പൊ ആദ്യമാണെങ്കിലും അവിടെ കിടന്ന് തുള്ളി ചാടുവാണ് ആ സോഫയിലൊക്കെ കയറി കിടന്നിട്ട്. ഇതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്ക്. നാശം പിടിക്കാനായിട്ട് ഇതെല്ലാം ഇതെന്ന് ആ ചെറുക്കൻ എന്നൊന്ന് മുഷിപ്പിക്കൂലോ എന്ന് ഓർക്കുവാണ്. രവീന്ദ്രൻ വന്നപ്പോ രവീന്ദ്രനെ പരിചയപ്പെടുത്തുന്നുണ്ട് കലാവതി മുത്തശ്ശി. ഞാൻ പറഞ്ഞില്ലേ മോനെ, അന്ന് രവീന്ദ്രനെ രക്ഷിച്ചത്, അന്ന് കിണറ്റിൽ പോയി വീണ സമയത്തോ അതീവിതാരെന്ന് പറയണ. ഓ അതായിരുന്നല്ലേ, ഇപ്പോഴാണ് മനസ്സിലായത്. രവീന്ദ്രൻ അങ്ങനെ അവർക്ക് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ആദ്യം അവിടെ കിടന്ന് ഓടിച്ചാടുമായിരുന്നു. ആദ്യം പെട്ടെന്ന് വന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു, അതെ അങ്കിളെ, ഞാനാ ഇവിടുത്തെ ആന്റീനെ രക്ഷിച്ചറിയാവോ, കിണറ്റ് വീണ സമയത്ത് ഞാൻ ഓടിപ്പോയി പറഞ്ഞ് രക്ഷിച്ചെന്നൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രന് സന്തോഷമായി. അവന്റെ ആ കുട്ടിത്തുള്ള സംസാരം എല്ലാം രവീന്ദ്രനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ രേവതി പറഞ്ഞു, അതെ അമ്മ വാ, ഞാൻ ചായ തരാന്ന് പറയാണ്. അല്ല മോളെ വാ കയറി വരാനും പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ്. മുറിയിൽ കൊണ്ട് ബായൊക്കെ വെച്ചു, ഇവിടെ ഇരിക്കും, ഞാനിപ്പോ ചായ എടുത്തോണ്ട് വരാന്ന് പറയണം. അങ്ങനെ ചായ എടുക്കാൻ പോയി. അല്ല ഇവന് വിശക്കുന്നുണ്ടായിരിക്കില്ലേ, എന്നാ അത് അവനുള്ള ഫുഡും കൂടെ എടുക്കാം, അത് കുഴപ്പമില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രേവതി സമ്മതിച്ചില്ല. രേവതി ഫുഡ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഫുഡൊക്കെ എടുത്തോണ്ട് വന്ന് അമ്മ വാരി കൊടുക്കാനും പറഞ്ഞ് സുധിയുടെ അമ്മയിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ സുധിയുടെ അമ്മ എന്ത് ചെയ്യുകയാണ്, അവന് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നീട് എന്നാ ഞാനങ്ങ് ചെല്ലട്ടെ, കുറച്ച് ജോലിയൊക്കെ ഉണ്ടെന്ന് പറയണം. അല്ലെ മോളെ ഞങ്ങളങ്ങോട്ട് വേണ്ട, ഇവിടെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യക്ക് അങ്ങോട്ട് ഉറക്കം വന്നു. ഉറക്കം വന്നു ഇപ്പൊ അവിടെ ആ ബെഡിലേക്ക് അങ്ങോട്ട് കിടക്കുവാണ്. പിന്നീട് രേവതി ഒന്ന് നോക്കുമ്പോഴത്തേനും അവൻ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. രേവതി പറഞ്ഞു, അന്നമ്മ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അല്ല മോളെ ഇവൻ ഇനി ഉറങ്ങുമല്ലേ, ഇനിയിപ്പോ ബസ്സും കിട്ടത്തില്ല, ഞങ്ങൾ പോകാന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, അവൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അമ്മ അവിടെ ഇരിക്കാൻ പറയാണ്. രേവതി പിന്നീട് ശ്രീകാന്ത് വന്ന് അങ്ങനെ ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ്. എല്ലാരും കൂടി അലങ്കരിക്കുകയൊക്കെ ചെയ്യുവാണ്. ഈ സമയത്താണ് ശ്രുതിയുടെ അങ്ങോട്ടുള്ള വരവ്. ശ്രുതി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതി ഓടിപ്പോയി ശ്രുതിനെ അകത്തേക്ക് ഏറ്റിക്കൊണ്ട് വരുവാണ്. എന്നിട്ട് പറഞ്ഞു, മോളെ അതേ അച്ഛമ്മ വന്നിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ കലാവതി മുത്തശ്ശിനെ കൊണ്ട് പരിചയപ്പെടുത്തുക. ഈ സമയം ശ്രുതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നായിരുന്നു. അപ്പൊ രണ്ടുപേരും കൂടെ നിൽക്കുന്ന കണ്ടപ്പോ ചന്ദ്രമതി ഒരു നോക്കമ്മ, ഇവർ രണ്ടുപേരും എന്ത് നല്ല ജോഡിപ്പെടുത്തുവാന്ന്. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, അതെ ഈ കാണുന്നതിലല്ല പൊരുത്തം ഇരിക്കുന്നത്, മനസ്സിന്റെ പൊരുത്തം ഏറ്റവും നല്ല പൊരുത്തം, എന്നാൽ മാത്രം വിവാഹ ജീവിതം മുന്നോട്ട് പോകുള്ളെന്ന് പറയാം. ഇത് കേട്ടപ്പം ശ്രുതിയും പരസ്പരം ഒന്ന് നോക്കി. രേവതി അങ്ങോട്ട് വന്നു. രേവതിനെ കണ്ടപ്പോൾ ചിലരൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, ഇതുവരെയായിട്ട് എന്ത് ചെയ്യാനാ, ശാന്തി മുഹൂർത്തം പോലും കഴിഞ്ഞിട്ടില്ല, കയ്യലിപ്പ അത്ര നല്ലത്, കാണാനും വല്ല ഭംഗിയുണ്ട്, അതൊട്ട് ഇല്ലാതാണെന്ന് പറയാണ്. അതൊക്കെ എന്റെ മരുമോള് ശ്രുതി. പെട്ടെന്ന് കലാവതി പറഞ്ഞു, പിന്നെ ശ്രുതിനെ രേവതിനെ വെച്ച് കമ്പയർ ചെയ്യല്ലേ, എന്റെ രേവതിയുടെ മുഖത്തേക്ക് നോക്കി എന്തൊരു ഐശ്വര്യമായെന്ന് നോക്കി,
അവളുടെ ശരീരം നോക്കി ഇപ്പൊ തന്നെ ശ്രുതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പെറ്റ പോലെ ഉണ്ട്. പെട്ടെന്ന് ഒരു നിമിഷം എല്ലാവരും ഒന്ന് നിശബ്ദരായി. ശ്രുതിയുടെ മുഖമാണ് വിളറി വെളുത്തിരിക്കുക. മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. മുത്തശ്ശിയുടെ ഈ പറച്ചില് കേട്ടപ്പോഴത്തേനും ചന്ദ്രമതി ദേഷ്യം വന്ന് അമ്മ എന്തൊക്കെ വർത്താനായി പറയണേന്ന് ചോദിക്കാണ്. പെട്ടെന്ന് കലാവതി മുത്തശ്ശി പറഞ്ഞു അല്ല മോളെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞതോളൂ, മോളത് കാര്യമാക്കണ്ട കേട്ടോ. എനിക്കിപ്പം നിങ്ങൾ രണ്ട് മരുമക്കളും ഒരേപോലെ തന്നെയാന്ന് പറയാണ്. ചന്ദ്രമതി പെട്ടെന്ന് എന്നാൽ നിങ്ങൾ മുറി പോയിരുന്നോളം പറയണം. അങ്ങനെ ശ്രുതിയുടെ മുറിയിലേക്ക് ശ്രുതി പോവാണ്. പിന്നീട് രേവതി ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ശരത്തും ലക്ഷ്മിയമ്മയും ദേവും കൂടെ അങ്ങോട്ട് വന്നത്. അവരെ കണ്ടതും രേവതിക്ക് ഒത്തിരി സന്തോഷമായി. അവരെ കൊണ്ട് സീരിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി. ചന്ദ്രമതി കടന്നൽ കുത്തിയാലായിപ്പോയി. പക്ഷെ കലാവതി മുത്തശ്ശിനെ ഓർത്തിട്ട് ചന്ദ്രമതി ഒന്നും പറഞ്ഞില്ല. പിന്നീട് അവരെന്ത് ചെയ്യുവാണ്, ലക്ഷ്മിയമ്മ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ചടങ്ങിന് വരുമ്പോൾ കുറെ കാര്യങ്ങൾ കൊണ്ടുവരണമല്ലോ പെണ്ണു വീട്ടുകാര്. അതെല്ലാം കൊണ്ടുവന്ന് ഒരു തട്ടത്തി വെച്ചിട്ട് പഴവും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുക്കുവാണ്. പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ചന്ദ്രമതിക്ക്. ചന്ദ്രമതി വാങ്ങാനായിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം കലാവതി മുത്തശ്ശിയെ പേടിച്ച് അതൊക്കെ വാങ്ങുവാണ്. ഈ സമയത്ത് രേവതിനെ കണ്ടു കഴിഞ്ഞപ്പം മുത്തശ്ശി ചോദിച്ചു അല്ല മോളെ നീ റെഡിയാകുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അല്ല ഇവിടെ ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്യ, അവളോട് നിന്നെ ഒരുക്കാൻ പറയാന്ന് പറയാണ്. അങ്ങനെ രേവതിനെ ഒരുക്കാണ്ട് ശ്രുതി കൊണ്ടുപോവാ. പക്ഷെ ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ പോക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തന്റെ മരുമോളാൻ പോകുന്നവള് അവള് നല്ലവളാ, അത് ഇവളെപ്പോൾ ഒരു പെണ്ണിനെ ഒരുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, അങ്ങനെ ഒരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടായിരുന്നേ. പിന്നെ രേവതിനെ ഒരുക്കമെല്ലാം കഴിഞ്ഞ് കൊണ്ട് നിർത്തി കഴിയുമ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നേ. സച്ചി വന്നു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ ചോദിച്ചു നീ എന്താണ് എത്ര താമസിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛാ ഓട്ടം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാന്നൊക്കെ പറയാ. ശരി ശരി പെട്ടെന്ന് പോയി റെഡിയായിട്ട് വരാൻ പറയാണ്. അങ്ങനെ സച്ചി പോയി റെഡിയാൻ പോവാണ്. അപ്പൊ സച്ചി രേവതിനെ ഒന്ന് നോക്കി. രേവതിയുടെ ആ മുഖം എല്ലാം കണ്ട് സച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഭയങ്കര സുന്ദരിയായിട്ടുണ്ടെന്ന് സച്ചിക്ക് തോന്നി. സച്ചിയുടെ നോട്ടം കണ്ടപ്പോ രേവതിക്ക് ഒരു നാണമൊക്കെ വരുന്നുണ്ട്. പിന്നീട് സച്ചി റെഡിയായിട്ട് വരുവാണ്. അങ്ങനെ താലി കോർക്കൽ ചടങ്ങുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ്. ഈ സമയത്താണ് ആദി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കിക്കഴിയുമ്പോഴത്തേനും മുത്തശ്ശിനെ കാണുന്നില്ല. ഈ സമയത്ത് താഴേക്ക് ശ്രുതിയുടെ അമ്മ ഇറങ്ങി വരുമായിരുന്നു. അപ്പൊ ഇനിയിപ്പം അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പോവാന്ന് പറയാനായിട്ട് ഇറങ്ങി വന്ന വരവായിരുന്നു. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുവാണ്. പെട്ടെന്ന് അവിടെ ശ്രുതിനെ കാണുന്നത്. ശ്രുതിനെ കണ്ടതും ഒരു ഞെട്ടലുണ്ടായി. ആ ഒരു ഞെട്ടലായപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഉറക്കത്തിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് വയ്ക്കുമ്പോൾ മുത്തശ്ശിനെ കാണാൻ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ശ്രുതി അവിടെ നിൽക്കുന്നത് കാണുന്നത്. ശ്രുതിനെ കണ്ടതും ആദ്യം പെട്ടെന്ന് ആന്റീന്ന് വിളിച്ചോണ്ട് അടുത്തേക്ക് അങ്ങോട്ട് വരുവാണ്. ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ശ്രുതിയുടെ അമ്മയെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് കൂടത്തിലുള്ള എല്ലാവരും. കാരണം അവിടെ വന്ന എല്ലാവരും പെട്ടെന്ന് ആന്റീന്ന് വിളിച്ചോണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേനും ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന മലേഷ്യയിലാണ്, ഇവിടെ ബന്ധുക്കാരൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ആന്റീന്ന് പറഞ്ഞ് ആദ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്കോ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ശ്രുതി ഇനി പിടിക്കപ്പെടുവോ അതോ ഇനിയിപ്പോ ശ്രുതിയുടെ അമ്മ തന്ത്രപരമായിട്ട് അതിനെ അവിടുന്ന് മാറ്റുമോ എന്നൊക്കെ അറിയത്തില്ല. പക്ഷെ ശ്രുതി തകർന്ന തരിപ്പണമായി പോവാണ്. അപ്പൊ കല്യാണം മുടങ്ങുമെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.